ഹലോ ഗൈസ്, അപ്പം നമ്മളിന്ന് നോയ്സ് സ്മാർട്ട് വാച്ചിൽ എങ്ങനെ വാൾപേപ്പർ, അതുപോലെ SMS നോട്ടിഫിക്കേഷൻസും അതുപോലെ തന്നെ നമ്മുടെ വെതർ സെറ്റിങ്സും എങ്ങനെയാണ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പം വാൾപേപ്പർ നമുക്ക് ഫസ്റ്റ് ചെക്ക് ചെയ്യാം. വാൾപേപ്പർ എന്താ, 6 വാൾപേപ്പറാണ് നമ്മൾ ഈ വാച്ചിൽ തന്നിരിക്കുന്നത്. അപ്പം ഇത് ഞാൻ ആഡ് ചെയ്ത വാൾപേപ്പറാണ്. അപ്പം നമുക്ക് ഇത് ആഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അതുപോലെ മെസ്സേജ് നമുക്ക് എങ്ങനെ ആഡ് ചെയ്യുന്നതിനും അതുപോലെ വെതർ സെറ്റിങ്സും നമുക്ക് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇതിൻ്റെ ഐക്കൺ 2 ആണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോയ്സിൻ്റെ ആപ്പ് കാണാം. ആപ്പാണെങ്കിൽ നമ്മൾ സെറ്റിങ്സിൽ പോകുമ്പോൾ അവിടെ ഒരു സ്ക്രീൻഷോട്ട് എബോട്ടിനകത്ത് സ്ക്രീൻഷോട്ട് എന്താ QR കോഡ് കാണും. അപ്പം അത് സ്കാൻ ചെയ്ത് നമുക്ക് ഇതിൻ്റെ ആപ്പ് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ ആപ്പിൽ കയറി മണ്ടയ്ക്ക് ആ വാച്ചിൻ്റെ അവിടെ ഫസ്റ്റ് ബ്ലൂടൂത്ത് തൊട്ട് കണക്ട് ചെയ്യും. ഡിസ്കണക്ട് ആണെങ്കിൽ പറ്റില്ല. കണക്ട് ചെയ്യുമ്പോൾ ഒരു ഗ്രീൻ ലൈറ്റ് വരും. അപ്പം അവിടെ ആ ഗ്രീൻ ലൈറ്റിൽ നമുക്ക് ഞെക്കും. ഫസ്റ്റ് നമുക്ക് വാൾപേപ്പർ സെറ്റ് ചെയ്യാം. വാൾപേപ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്ത് നമുക്ക് അത് കണക്ട് ചെയ്താൽ അടിയിൽ ഇങ്ങനെ എന്തുവാ വാൾപേപ്പേഴ്സ് ഒത്തിരി വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്ത്, ഇതാണ് ഞാൻ സെലക്ട് ചെയ്ത വാൾപേപ്പർ. നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. അപ്പം ഞാനിത് സെലക്ട് ചെയ്തു. വാച്ചിലോട്ട് ഇത് ഒരു 2 സെക്കൻഡ് സിമ്പിളാണ്. പക്ഷേ വാച്ച് കണക്റ്റ് ആയിട്ട് എന്താ ബ്ലൂടൂത്ത് കണക്റ്റ് ആയിട്ടാണ്. അപ്പം നമുക്ക് ഇഷ്ടംപോലെ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ആഡ് ചെയ്യാം. ഓക്കെ, അവർ തന്നതിൻ്റെ കൂടെ ഇത് അപ്പം നമ്മൾ പഴയ നമുക്ക് നമ്മുടെ വാച്ചിൽ നോക്കും. ഓക്കെ, നമുക്ക് ഇനി നോട്ടിഫിക്കേഷൻസ് SMS നോട്ടിഫിക്കേഷൻസ് അവിടെ നമുക്ക് അവിടെ ഡിസേബിൾ ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അത് എനേബിൾ ചെയ്യുക. ഓക്കെ, എനേബിൾ ചെയ്യുമ്പം നമുക്ക് ഇഷ്ടം എന്തൊക്കെ വേണം, മാനേജ് എന്ന് പറയുന്ന ഓപ്ഷനകത്ത് നമുക്ക് ഏതൊക്കെ എന്തുവാ വേണം അല്ല വേണ്ട അതൊക്കെ നമുക്ക് ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് അതിലേക്ക് നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ നമുക്ക് അത് മാത്രം ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അല്ല ഫോണിലെ ഫുള്ള് എന്താ ആപ്സിൻ്റെയും നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ അത് ഫുള്ള് എന്താ ഏബിൾ ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് SMS അലേർട്ട് അതും നമുക്ക് ചെയ്ത് കൊടുക്കാം വേണമെങ്കിൽ മാത്രം. അല്ലെങ്കിൽ അതൊക്കെ നമുക്കിനി വെതർ സെറ്റിങ്സ് നോക്കാം. അതിൻ്റെ അടിയിൽ തന്നെ വരുമ്പോൾ വെതർ സെറ്റിങ്സ്. ഓക്കെ, അപ്പോൾ വെതർ സെറ്റിങ്സിൽ എന്താ നമ്മൾ ഓണായിരുന്നു, അപ്പോൾ ഒന്ന് ഓഫൊക്കെ ഓണാക്കാം. അത് സെൽഷ്യസിലോട്ട് ഫാരൻഹീറ്റിലോട്ട് ആക്കാം. നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇനി നമുക്കൊന്ന് എന്താ ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ വാച്ച് എന്താ മെസ്സേജ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമ്മുടെ ഫോണിലോട്ട് വരുന്നുണ്ടോ എന്ന് നമ്മൾ കൊണ്ടുപോവാ. വേറൊരു ഫോണിൽ നിന്ന് ഒരു മെസ്സേജ് ഇട്ട് നോക്കാൻ പോകുന്നു എൻ്റെ ഫോണിലോട്ട്. അപ്പോൾ അതിനകത്ത് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഞാനൊരു ഹായ് ഇട്ടിട്ടുണ്ട് എന്താ ആ ഫോണിൽ നിന്ന് എൻ്റെ ഫോണിലോട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വാച്ചിൽ കാണിക്കാൻ നോക്കാം. ഓക്കെ, ഹായ് ഞാൻ ഇട്ടിട്ടുണ്ട്. ആ നോട്ടിഫിക്കേഷൻ നമുക്ക് കാണിക്കാൻ നോക്കാം. അപ്പോൾ നമ്മുടെ ആ എന്താ നോട്ടിഫിക്കേഷൻ നമുക്ക് ഹായ് എന്നുള്ള ഇതാണ്. അപ്പോൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടോ? ഒത്തിരി ഒക്കെ ഡിലീറ്റ് ചെയ്യുന്നുണ്ടോ? ഇനി നമുക്ക് കാൾ SMS ആയിട്ട് എന്താ നമ്മൾ എനേബിൾ ചെയ്തായിരുന്നു. ഓക്കെ, അത് നമുക്ക് വരുന്നുണ്ടോ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടോ? കോൾ ചെയ്ത് കോൾ ചെയ്യുമ്പോൾ കോൾ വരും. പിന്നെ നമുക്ക് വാച്ചിൽ ആ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. വെതർ സെറ്റിങ്സ്